Hi guys, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. ഓക്കെ, 28 ജാനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്? ലെറ്റർ P1 such that y is equal to 4x square and P2 such that y is equal to x square plus 27 be two parabolas. If the area of the bounded region enclosed between P1 and P2 is 6 times the area of the bounded region enclosed between the line y is equal to alpha x and P1, then alpha is equal to അല്ലേ. അതായത് ഈ y is equal to x സ്ക്വയർ എന്ന് പറഞ്ഞ ഈ കർവും 4x സ്ക്വയർ എന്ന് പറഞ്ഞ കർവും y is equal to x സ്ക്വയർ പ്ലസ് 7 എന്ന് പറഞ്ഞ കർവും അല്ലെ ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 times the area bounded by the region enclosed between the line y is equal to alpha x. ഓക്കെ അല്ലെ, y is equal to alpha x. ഓക്കെ, ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ 6 times എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടിയല്ലേ, 6 times. ഓക്കെ അല്ലെ, ഏരിയയുടെ 6 times. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ y is equal to 4x സ്ക്വയറും അതേപോലെ തന്നെ y is equal to x സ്ക്വയർ പ്ലസ് 27 തമ്മിലുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ അല്ലെ, ആദ്യം നമുക്ക് y is equal to 4x സ്ക്വയറും അല്ലെ അതേപോലെ തന്നെ y is equal to എന്താണ് x സ്ക്വയർ പ്ലസ് 27 തമ്മിലുള്ള ഏരിയ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ y is equal to 4x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണക്ക്. ഓടിയല്ലേ, ദിസ് ഇസ് നത്തിങ് ബട്ട് y is equal to 4x സ്ക്വയർ. ഓക്കെ അല്ലേ, ഓടി. അപ്പോൾ അടുത്തത് y is equal to എന്താണ്, x സ്ക്വയർ പ്ലസ് 27. ഓടിയല്ലേ, അപ്പോൾ ഏകദേശം അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൂടാ, x സ്ക്വയർ പ്ലസ് 27 അല്ലേ എന്ന് പറഞ്ഞാൽ ഇത് 27 ആണെങ്കിൽ അല്ലേ, ഇത് 27 ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ കിടക്കും. റെഡിയല്ല, അപ്പോൾ അവർ ബൗണ്ട് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്, അവർ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് നമുക്ക് എന്താക്കേണ്ടത്, ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്. റെഡിയല്ല, ഇവർ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ പറഞ്ഞ ചങ്ങാതിമാർ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇതാണ് ഈ പറഞ്ഞ ചങ്ങാതിമാർ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയല്ല, അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മീറ്റിംഗ് പോയിന്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. റെഡിയല്ല, മീറ്റിംഗ് പോയിന്റ് ആദ്യം കണ്ടുപിടിക്കണം. റെഡിയല്ല, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക? മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ y is equal to 4x സ്ക്വയറിനെയും y is equal to x സ്ക്വയർ പ്ലസ് 27നെയും ഞാൻ എന്താക്കുന്നു, സോൾവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ y, ഇവിടെ y, അപ്പോൾ LHS സെയിം ആണ്, അപ്പോൾ RHS ഈക്വൽ ചെയ്താൽ മതി. അഥവാ 4x സ്ക്വയർ ഇസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 27 എന്ന് വരും അല്ലേ, അഥവാ 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു 27 എന്ന് വരും, x സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് 9 എന്ന് വരും, x ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് വരും. ഓക്കെ അല്ലേ, അല്ലടാ, x ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 തന്നെയല്ലേ വരിക. അതെ, x ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് വരും. റെഡിയല്ലേ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് ബട്ട് എന്താണ്, -3 ആണ് അല്ലെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, +3 ആണ്. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ തമ്മിലുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ -3 ടു എന്താണ് 3. റെഡിയല്ലേ, അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. അപ്പർ കർവ് എന്ന് പറഞ്ഞാൽ y ഇസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 27 ആണ്. റെഡിയല്ലേ, അപ്പോൾ അപ്പർ കർവ് y is equal to x സ്ക്വയർ പ്ലസ് 27 ആണ്. റെഡിയല്ലേ, x സ്ക്വയർ പ്ലസ് 27 അല്ലേ, മൈനസ് ലോവർ കർവ് എന്ന് പറഞ്ഞാൽ y is equal to എന്താണ് 4x സ്ക്വയർ ആണ്. റെഡിയല്ലേ, y is equal to 4x സ്ക്വയർ ആണ് എന്താ ലോവർ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയല്ലേ, ഓക്കെ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക 4x സ്ക്വയർ. ഓക്കെ അല്ലേ, dx എന്ന് വരും. റെഡി, അപ്പോൾ നമുക്ക് എനിവേ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്തായിട്ട് മാറിയിടാം, ഏരിയ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -3 ടു 3. റെഡിയല്ലേ, x സ്ക്വയർ മൈനസ് 4x പറഞ്ഞാൽ -3x സ്ക്വയർ ആണ്, -3x സ്ക്വയർ ആണ് അല്ലെ, പ്ലസ് 27. റെഡിയല്ലേ, dx എന്ന് വരും. എടാ മക്കളെ, ഇത് നോക്കിയാട്ടെ, ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ -3 ടു 3 ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു 3 എന്താണ് -3x സ്ക്വയർ പ്ലസ് 27 എന്ന് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ നെഗറ്റീവ് പുറത്തെടുക്കാം, കാരണം x സ്ക്വയറിൻ്റെ കൂടെ നെഗറ്റീവ് ഉണ്ടാകുന്ന അത്ര സുഖമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ 3x സ്ക്വയർ മൈനസ് 27 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താക്കും, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3x ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്ന് വരും. ആദ്യം 3x ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ x ക്യൂബ് എന്ന് വരും അല്ലെ, -27x എന്ന് വരും. റെഡിയല്ലേ, അപ്പോൾ ഇവിടെയാണെങ്കിൽ 0 മുതൽ എത്ര വരെയാണ് മക്കളെ, 3 വരെയാണ്. റെഡിയല്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ -2 ഇൻറ്റു അല്ലടാ -2 ഇൻറ്റു അല്ല x ക്യൂബിൻ്റെ 27 ആണ്. റെഡിയല്ലേ, മൈനസ് ഇവിടെയാണെങ്കിൽ 27 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -81 ആണ്. റെഡിയല്ലേ, ഓക്കെ. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് -0 എന്നായിട്ട് പോയി. റെഡിയല്ലേ, സോ -2 ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, -54 ആണ്. റെഡിയല്ലേ, അപ്പോൾ നമുക്ക് 108 എന്ന് കിട്ടി അതിൻ്റെ ഉത്തരം. റെഡിയല്ലേ,
യെസ് ഓക്കെ. ഇനി അടുത്ത നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത് തമ്മിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് y ഈക്വൽ ടു 4x സ്ക്വയറും y ഈക്വൽ ടു ആൽഫ എക്സ് തമ്മിലുള്ള ഏരിയ ആണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് y ഈക്വൽ ടു 4x സ്ക്വയറും റെഡി അല്ലേ, y ഈക്വൽ ടു 4x സ്ക്വയറും y ഈക്വൽ ടു ആൽഫ എക്സും തമ്മിലുള്ള ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് അതിന് ഷോർട്ട് കട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അതായത് ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. റെഡി അല്ലേ? എക്സ് ഈക്വൽ ടു 4ay. ഓക്കെ, ആൻഡ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. റെഡി അല്ലേ? അല്ല, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? യെസ് 4ay. ഓക്കെ, ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു my. റെഡി അല്ലേ? ഈ പറഞ്ഞ ഈ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. എങ്ങനെയാണ്? യെസ്, നമുക്കറിയാം ദ ഫോർമുലയുണ്ട് 8a സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ് 3m ക്യൂബ്. നമുക്കറിയാം എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ay, എക്സ് ഇസ് ഇക്വൽ ടു my അല്ലേ. അവിടെ നമ്മൾ ഏരിയ എന്ന് പറഞ്ഞാൽ 8a സ്ക്വയർ ഡിവൈഡ് ബൈ 3m ക്യൂബ് ആണ്. റെഡിയല്ലേ? അപ്പോൾ അതായത് ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4y എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു നമുക്കറിയാം 4ay എന്ന് പറയും 4 ഡിവൈഡ് ബൈ y എന്ന് വരും. റെഡിയല്ലേ? യെസ്, 4/y അല്ല, y ഡിവൈഡ് ബൈ 4 എന്ന് വരും. റെഡി, y ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? യെസ്, എക്സ് ഇസ് ഇക്വൽ ടു എന്താണ് y ഡിവൈഡ് ബൈ ആൽഫ എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് എമ്മും കിട്ടണം എയും കിട്ടണം. അപ്പോൾ ഇവിടെ എം ഇസ് ഇക്വൽ ടു എന്താണ്? യെസ്, വാട്ട് ഈസ് എം? എം ഇസ് ഇക്വൽ ടു 1 ഡിവൈഡ് ബൈ ആൽഫ ആണ് അല്ലേ. y ഇസ് ഇക്വൽ എം എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എം ഇസ് ഇക്വൽ 1 ബൈ ആൽഫ ആണ്. ഓക്കെ അല്ലേ? ഇനി എ ഇസ് ഇക്വൽ ടു എന്താണ്? യെസ്, 1/4 ഡിവൈഡ് ബൈ 4 അല്ലേ, എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 16 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, വാട്ട് ഈസ് ദാറ്റ്? യെസ്, 8a സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16ന്റെ സ്ക്വയർ അല്ലേ, എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 256. ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ 3m ക്യൂബ് അല്ലേ. 3m ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ബൈ ആൽഫയുടെ ക്യൂബ് അല്ലേ, അഥവാ 1 ഡിവൈഡ് ബൈ ആൽഫ ക്യൂബ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം, ഇത്രയാണ്. റെഡി? യെസ്, ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്താക്കുക കിട്ടുക. റെഡി അല്ലേ? നമുക്ക് ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഈ ഏരിയ അല്ലേ, ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദിസ് B1 ഈ 6 ടൈംസ് ദ ഏരിയ. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ്? 1/6 ടൈമാണ്. റെഡിയല്ലേ? അതായത് നമ്മുടെ ഏതിൻ്റെ 108ന്റെ 1 ഡിവൈഡ് ബൈ 6 ടൈമാണ്. റെഡിയല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം അല്ലേ. 108 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ അത് 18 അല്ലേ. യെസ്, 18 ആണ്. യെസ്, 18 ആണ്. അതായത് ആക്ച്വലി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് പരാബോള എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ആ പരാബോളയും ലൈനും എൻക്ലോസ് ചെയ്യുന്ന ഏരിയൻ്റെ 6 ടൈംസ് ആണ്. റെഡിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നേരെ തിരിച്ച് പറയുമ്പോൾ ഈ പരാബോളയും ലൈനും എൻക്ലോസ് ചെയ്യുന്ന ഏരിയ അല്ലേ, പരാബോളയും ലൈനും എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോളയും ലൈനും എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 1/6 ടൈംസ് ഓഫ് ദ 2 പരാബോളയാണ്. റെഡിയല്ലേ? അതാണ് അതിൻ്റെ ലോജിക്. റെഡി? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഫർദർ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാടാ? നമുക്കിവിടെ 8 ഡിവൈഡ് ബൈ എന്താണ് 256 ഡിവൈഡ് ബൈ 6. അപ്പോൾ ആൽഫ ക്യൂബിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താക്കാം? ഇവനെ ഇങ്ങനെ ക്രോസ് ചെയ്യാം. അപ്പോൾ 8 ഡിവൈഡ് ബൈ 256. ഓക്കെ, ഡിവൈഡ് ബൈ അല്ലെങ്കിൽ വേണ്ട, ശ്രദ്ധിക്കാം, നമുക്ക് ഇതിനെ എന്താക്കാം? പരമാവധി ഇനിയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 8ഉം അതേപോലെ തന്നെ 256 നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. എത്ര തവണ പോവിടാ? 8 8 8 64. സോറി, എന്താണത്? യെസ്, ഓക്കെ, 8 × 256 തന്നെ. അത് തന്നെ. റെഡിയല്ലേ? എത്ര തവണ പോകും? 8 8 32 തവണ പോകും. ശരിയല്ലേ? 32 ടൈംസ് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 1 ഡിവൈഡ് ബൈ എന്താണ് 32 എന്ന് വരും, ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ ആൽഫ ക്യൂബ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 18. റെഡിയല്ലേ? അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ പോലെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ഡിവൈഡ് ബൈ 32 അല്ലേ ഇൻറ്റു എന്താണ്? യെസ്, ആൽഫ ക്യൂബ് ഡിവൈഡ് ബൈ 3 അല്ലേ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. ആൽഫ ക്യൂബ് ഈസ് ഈക്വൽ ടു 3 × 18 ഇൻറ്റു എന്താണ് 32 എന്ന് കിട്ടും. അഥവാ 3 ഇൻറ്റു ഈ 80 എന്ന് പറയുമ്പോൾ എന്താ 9 × 2 ആണ്, അഥവാ 3 സ്ക്വയർ × 2 ആണ് എന്ന് പറയുമ്പോൾ 2/5 ആണ്. അഥവാ നമുക്കിവിടെ 3 ക്യൂബ് ഇൻറ്റു 2/6 എന്ന് വരും. അതാണ് ആൽഫ ക്യൂബ്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെയൊക്കെ ഹോൾ പവർ 1/3 വരും അല്ലേ. അഥവാ 3 ക്യൂബ് ഹോൾ പവർ 1/3 അല്ല ഇൻറ്റു 2/6 ഹോൾ റൈസ് 1/3 എന്ന് വരും. അഥവാ ആൽഫ ഇസ് ഈക്വൽ ടു 3 × 2 സ്ക്വയർ എന്ന് വരും, അഥവാ 12 എന്ന് വരും ആൽഫ. റെഡിയല്ലേ? ആൽഫ ഇസ് ഈക്വൽ ടു 12 ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ 3.